ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ്. അപ്പോൾ അതെ, ഇങ്ങനൊരു ഇൻട്രോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വോയിസ് ഓവർ ആയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡയറക്റ്റായിട്ട് കുറച്ചധികം നാളായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതേ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയാലോ, എന്നാൽ അതൊരു വീഡിയോ ആക്കിയാലോ എന്നൊക്കെ വിചാരിച്ചു. വേറെ ഒന്നല്ല, നമ്മുടെ ചെറുപയറുണ്ടല്ലോ, ചെറുപയർ വെച്ചിട്ടൊരു ലഡ്ഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് കണ്ടാലോ, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതെ, നമ്മളത് ഉണ്ടാക്കാനായി കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഇടുമ്പോൾ പിന്നെ കുഞ്ഞ് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇടാറ്. ഇതും സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനുള്ളത്. പക്ഷേ ഞാൻ വിചാരിച്ചൊന്ന് ഒരു ലോങ് വീഡിയോ പോലെ ഇടാം. ചെയ്യുന്നതെല്ലാം സ്പോട്ടിൽ തന്നെ നമുക്ക് പറഞ്ഞ് ചെയ്ത് കണ്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. മെയിനായിട്ടുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചെറുപയറാണ്. ചെറുപയർ വേണം, പിന്നെ അതേപോലെ ശർക്കര. ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി സാധനങ്ങളൊക്കെയാണ്, അതൊക്കെ ഓപ്ഷണലാണ്. എനിക്കിപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു തേങ്ങ ഉണ്ടല്ലോ, നാളികേരം ഇങ്ങനെ ചെറിയ കൊത്താക്കിയിട്ട് അത് നെയ്യിൽ വറുത്തിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്നാൽ കണ്ടാലോ. ഞാൻ ആദ്യം ഫോണിലൂടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ട്രൈപോഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ട്രൈപോഡ് ഉണ്ട് കേട്ടോ, അതൊരു കുഞ്ഞതാണ്, പക്ഷെ അതിൽ വെച്ച ഹൈറ്റ് ശരിയായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നെ കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം ഫുള്ളായിട്ട്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ചെറുപയറാണ്. ചെറുപയർ നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളിതേ ശർക്കര നമ്മളിവിടെ പാവ് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അതവിടെ സെറ്റായി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ഒരു പാനിലിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ട് ഒരു മിക്സിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, പാൻ എടുക്കട്ടെ. നല്ലപോലെ ഇങ്ങനെ വറുത്ത് ഈ ഗ്രീൻ കളർ മാറിയിട്ടൊരു ലൈറ്റ് ഗോൾഡനിഷ് ബ്രൗൺ കളറൊക്കെ ആവും കേട്ടോ. ആ ടൈം വരെ നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യണം, വറുത്തെടുക്കണം. നമ്മളിത് ചെറുപയർ ഇവിടെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ശർക്കര അവിടെ പാവ് കാച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊരു 3 അച്ച് ശർക്കരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം മധുരത്തിനനുസരിച്ച് ശർക്കര കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. റോസ്റ്റാക്കി കണ്ടോ, നമ്മുടെ ചെറുപയറിൻ്റെ കളറൊക്കെ മാറി ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് ചൂടാറാൻ വെച്ചിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയർ നമ്മൾ നല്ലപോലെ കഴുകി വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 ഏലക്കായും കൂടി ഇട്ടിട്ടാണ് പൊടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇതിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ടിട്ടില്ല. ഇനി ഒന്നും ചെയ്യാനില്ല, ഒരു പാൻ വെച്ച് അതിലോട്ട് നെയ്യ് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഉള്ളവർ അത് റോസ്റ്റ് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തേങ്ങാക്കൊത്താണ് എടുത്തിരിക്കുന്നത്. തേങ്ങാക്കൊത്ത് നല്ലപോലെ നെയ്യിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലോട്ടിട്ട് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. തരം ആരും ഇല്ലാത്തത് കൊണ്ടും ട്രൈപോഡ് കൊണ്ടും കുറച്ച് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നാളികേരം നമ്മൾ നെയ്യ് വെച്ചിട്ട് അതിലിങ്ങനെ നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ അത് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഇതിലോട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. പൊടി ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ നെയ്യിൽ തേങ്ങാക്കൊത്ത് ഫസ്റ്റ് ഇട്ടിട്ട് നല്ല ലൈറ്റ് ബ്രൗൺ കളർ വരെ ആക്കുക. അതിന് ശേഷം നമ്മൾ നാളികേരം ചിരകിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെറുപയർ വറുത്ത പൊടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നല്ലൊരു മണം, എന്താ വെച്ചാൽ നല്ല നെയ്യുടെയും അതിൽ തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കഴിയുമ്പോഴൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇത് അധികം നേരം ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടായാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ശർക്കര പാവുണ്ടല്ലോ, പാവ് കാച്ചി വെച്ചിട്ടുണ്ട്, ഈ പാവ് ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടത് കേട്ടോ.
വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഈ ഒരു ഇതിൽ വരും. എന്നിട്ട് ഇത് ഒരു ലൈറ്റ് ചൂടോട് കൂടി ഇങ്ങനെ നമ്മൾ സ്മോൾ ബോൾസ് ആക്കി വെച്ചാൽ നമ്മുടെ ചെറുപയർ ലഡു റെഡി. അപ്പോൾ ഞാൻ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ടാണ് നമ്മുടെ സാധനം ഇവിടെ ഉണ്ട് ബോളാക്കാൻ വേണ്ടിയിട്ട്. ഫാൻ്റെ സൗണ്ട് എല്ലാം ക്ലിയറായി കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് എന്തായാലും ബോൾസ് ആക്കാം. ചൂടാണ് ഗൈസ്, പക്ഷേ ഇളം ചൂടോടുകൂടി ഇങ്ങനെ ഉണ്ട പിടിക്കണം. ശ്രദ്ധിക്കണം, കൈ കൊള്ളാണ്ട് സൂക്ഷിക്കണം. ആദ്യം ഇങ്ങനെ നമ്മൾ ആക്കുന്നു, ഇങ്ങനെ അമർത്തുന്നു. ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അമ്മ ഞങ്ങൾക്ക് റവ ലഡു ഉണ്ടാക്കി തരും. അപ്പോൾ ഇതേപോലെ ചൂടോടെ അമ്മ ഇങ്ങനെ പിടിക്കുമ്പോൾ പറയും നല്ല ചൂടാണ്, നിങ്ങൾക്ക് വല്ലത് അറിയുമോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ചൂടായ കാരണം അമ്മ പണ്ടൊന്നും ഇങ്ങനെ അടുപ്പിക്കില്ല, ചെയ്യിപ്പിക്കില്ല. എന്നിട്ട് ചെയ്ത് കഴിപ്പിക്കില്ല. ഉണ്ട് അമ്മയുടെ കൈ ഇതേപോലെ ഇങ്ങനെ റെഡ് കളറായിട്ട് അമ്മ കാണിച്ചു തരുന്നതാണ് ചില കാര്യങ്ങൾ. ശരി, ഇതിന് ഗ്ലൗസൊക്കെ യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? നമ്മുടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതേ ഇങ്ങനെ ബോൾസ് ആക്കുന്നുണ്ട്. ഡയറ്റ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലഡു ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. കൈയൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? റെഡ് കളറായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐറ്റം ഇതേ ഇവിടെ ഇങ്ങനെ സെറ്റായി. കഴിച്ച് നോക്കിയാലോ ഗൈസ്? എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് അത് വേറൊരു ടേസ്റ്റ് വരുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നാളികേരം നെയ്യിലിങ്ങനെ വറുത്തിട്ട് കാരണം ആ തേങ്ങാക്കൊത്തൊക്കെ ഇതിനൊപ്പം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചെറുപയറാന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല. ഗുഡ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഇത് അടിപൊളിയാണ്, ട്രൈ ചെയ്യണം എന്ന് പറയാറുണ്ട്. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ. ഇപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ടേസ്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് പോലും ചെയ്യില്ലായിരിക്കും. കാരണം ഞാനേ ചെയ്ത് ഇത്രയും ഐറ്റംസ് വെച്ച് ഫ്ലോപ്പായി പോയല്ലോ, ഇനി ബാക്കിയുള്ളവർക്കും കൂടി ഫ്ലോപ്പ് ആകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ചെറുപയറും ശർക്കരയും നാളികേരം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ ടേസ്റ്റി യമ്മി നമുക്കൊരു ലഡു ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ. അപ്പോൾ ചെറുപയറൊക്കെ കഴിക്കാത്ത നമ്മുടെ മക്കളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ കഴിച്ചുകൊണ്ട് നടന്നോളൂ കേട്ടോ. ചെറുപയറൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്, പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ്. ചിലവരിങ്ങനെ ദോശമാവിൻ്റെ ഒപ്പം അരച്ച് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അതുട്ടാ